നമസ്കാരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികൾക്ക് അടിയന്തരമായി ചികിത്സ എത്തിക്കുന്നതിന് സിസ്റ്റം തടസ്സമാകുന്ന കാര്യം ചൂണ്ടിക്കാട്ടിയത് ഡോക്ടർ ഹാരിസ് ചിറക്കലാണ്. ഈ തുറന്നപറച്ചിലിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ സംഘടിതമായ ആക്രമണം തന്നെ നേരിടേണ്ടി വന്നു. ഇതിന് മെഡിക്കൽ കോളേജിലെ തന്നെ ഒരു വിഭാഗം ഡോക്ടർമാർ കൂട്ടുനിൽക്കുകയും ചെയ്തു. ഹാരിസിനെ കുറ്റപ്പെടുത്താൻ വാർത്താ സമ്മേളനം വിളിക്കുകയാണ് ഇക്കൂട്ടർ ചെയ്തത്. എന്നാൽ ഡോക്ടർ ഹാരിസ് ചൂണ്ടിക്കാട്ടിയ സിസ്റ്റം തകരാറാണ് കരുനാഗപ്പള്ളി സ്വദേശി വേണുവിന്റെ ജീവനെടുത്തത്. മെഡിക്കൽ കോളേജിൽ വെച്ച് ചികിത്സ ലഭിക്കാതെയാണ് പത്മന ഇടപ്പള്ളി കോട്ട സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവർ കൊല്ലം കരുനാഗപ്പള്ളി പത്മനമനയിൽ പൂജാഭവനിൽ വേണു മരിച്ചത്. താൻ അനുഭവിച്ച ദുരന്തത്തെ വിവരിക്കുന്നതാണ് വേണു സുഹൃത്തിന് അയച്ച ശബ്ദ സന്ദേശം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാരും ജീവനക്കാരുമാണ് തന്റെ മരണത്തിന് ഉത്തരവാദികളെന്ന് മരിക്കുന്നതിന് തൊട്ടു മുൻപ് വേണു സുഹൃത്തിന് അയച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്. തനിക്ക് ചികിത്സ നിഷേധിക്കുന്നുവെന്നാണ് ഇദ്ദേഹം വ്യക്തമാക്കുന്നത്. ഒക്ടോബർ 31 നെഞ്ചുവേദനയെ തുടർന്ന് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്ന് അടിയന്തരമായി ആൻജിയോഗ്രാമിന് വിധേയമാക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തെങ്കിലും 5 ദിവസം മരുന്നും അത്യാവശ്യ ചികിത്സയും ലഭ്യമാക്കിയിരുന്നില്ല. ഇതാണ് മരണത്തിലേക്ക് നയിച്ചത്. അടിയന്തര ചികിത്സ ലഭിക്കാത്തതും വൈദ്യസഹായം നിഷേധിച്ചതുമാണ് തന്റെ ഭർത്താവ് മരിക്കാൻ ഇടയായതെന്ന് കാണിച്ച് ഭാര്യ സിന്ധു മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും ഇമെയിൽ മുഖേന പരാതി നൽകിയിട്ടുണ്ട്. വേണു അവസാനമായി സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശവും ആശുപത്രിയിൽ സാധാരണക്കാരായ രോഗികളെ അവഗണിക്കുന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. ആ സന്ദേശം ഇങ്ങനെയാണ്: തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഭയങ്കര അഴിമതിയാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നില്ലേ, ഒരു മനുഷ്യൻ ഹോസ്പിറ്റലിൽ വന്ന് എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ചാൽ ആരും മറുപടി നൽകില്ല. യൂണിഫോം ഇട്ട ആളുകളോട് കാര്യം ചോദിച്ചാൽ നായെ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും നോക്കില്ല. പിന്നീട് പോലും ഒരു മറുപടി പറയില്ല. എല്ലായിടത്തും കൈക്കൂലിയാണ്. വെള്ളിയാഴ്ച രാത്രിയാണ് ഞാൻ എമർജൻസി ആൻജിയോഗ്രാം ചെയ്യാൻ ഇവിടെ വന്നത്. കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വേഗതയുള്ള ആംബുലൻസ് വിളിച്ചാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകുന്നത്. 5 ദിവസം കഴിഞ്ഞിട്ടും ഒരു നടപടിയുമില്ല. എന്നോട് കാണിക്കുന്ന ഉദാസീനത എന്താണെന്ന് മനസ്സിലാകുന്നില്ല. എന്നെ പരിശോധിക്കാൻ വരുന്ന ഡോക്ടറോട് പലവട്ടം ചോദിച്ചു ചികിത്സ എപ്പോൾ നടക്കുമെന്ന്. അവർക്ക് ഒരു അറിവുമില്ല. ഇവർ കൈക്കൂലി വാങ്ങിയാണ് ഇവർ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് അറിയില്ല. ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട 2 പേർ തിരുവനന്തപുരത്ത് വന്ന് നിൽക്കണമെങ്കിൽ എത്ര രൂപ ചെലവാകുമെന്ന് അറിയാമല്ലോ. സാധാരണക്കാർക്ക് ഏറ്റവും വലിയ ആശ്രയമാകേണ്ട സർക്കാർ ആതുരാലയം ശാപങ്ങളുടെ പറദീസയാണ്. ഓരോ ജീവന്റെയും ശാപം നിറഞ്ഞിരിക്കുന്ന ഒരു നരകഭൂമി തന്നെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ഞാൻ അടിവിലിനകത്ത് വീണുപോയി. ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ ജീവൻ വെച്ച് നിസ്സാരമായിട്ട് കാര്യങ്ങൾ നടത്തിയ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് കാരണം. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ വോയിസ് റെക്കോർഡ് നീ പുറംലോകത്തെ അറിയിക്കണം. വേണുവിൻ്റെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. അതേസമയം വേണു മരിച്ച സംഭവത്തിൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നാണ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജയചന്ദ്രൻ വാദിക്കുന്നത്. കാർഡിയോളജി വിഭാഗത്തിലെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമുള്ള ചികിത്സകളാണ് നൽകിയിരുന്നതെന്നും രോഗി ഏത് സാഹചര്യത്തിലാണ് ആശുപത്രിക്കെതിരെ ശബ്ദ സന്ദേശം ഇട്ടതെന്ന് അറിയില്ലെന്നും സൂപ്രണ്ട് പറഞ്ഞു. മാധ്യമങ്ങളിലൂടെയാണ് വാർത്ത അറിഞ്ഞതെന്നും മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജയചന്ദ്രൻ പറയുന്നു. ബന്ധപ്പെട്ട വിഭാഗങ്ങളിൽ അന്വേഷിച്ചു. 1-ാം തീയതിയാണ് വേണു ആശുപത്രിയിലെത്തിയത്. 24 മണിക്കൂറായി രോഗിക്ക് നെഞ്ചുവേദനയുണ്ടായിരുന്നു. മറ്റ് പല രോഗങ്ങളും ഉണ്ടായിരുന്നു. ചെസ്റ്റ് പെയിൻ ക്ലിനിക്കിലെ ഡോക്ടർമാർ കണ്ട ശേഷം മെഡിസിൻ വിഭാഗത്തിലാണ് അഡ്മിറ്റ് ചെയ്തത്. ആൻജിയോഗ്രാം ചെയ്യേണ്ട സമയം കഴിഞ്ഞിരുന്നു. ക്രിയാറ്റിൻ്റെ അളവ് കൂടുതലായിരുന്നു. കാർഡിയോളജി വിഭാഗത്തിലെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമുള്ള ചികിത്സകളും മരുന്നുകളുമാണ് നൽകിയിരുന്നത്. ഇന്നലെ ഉച്ചയോടെയാണ് രോഗിക്ക് ശ്വാസകോശത്തിൽ നീർക്കെട്ട് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടത്. ഉടൻ തന്നെ ICUവിലേക്ക് മാറ്റുകയും വെന്റിലേറ്റർ സഹായം നൽകുകയും ചെയ്തു. രാത്രിയാണ് മരണം സംഭവിച്ചത്. ഏത് സാഹചര്യത്തിലാണ് രോഗി മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെ ശബ്ദ സന്ദേശം അയച്ചതെന്ന് അറിയില്ല. വിവരം ശ്രദ്ധയിൽപ്പെട്ടിരുന്നെങ്കിൽ അപ്പോൾ തന്നെ ഇടപെടുമായിരുന്നു. ബന്ധുക്കളാരും പരാതി നൽകിയിട്ടില്ലെന്നും ഡോക്ടർ ജയചന്ദ്രൻ പറയുന്നു. അതേസമയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉന്നതർക്ക് പ്രത്യേക പരിഗണന ലഭിക്കാറുണ്ടെന്നും എന്നാൽ സാധാരണക്കാരുടെ അവസ്ഥ മറിച്ചാണെന്നുമാണ് ഉയരുന്ന ആരോപണം. അതേസമയം സംഭവത്തിൽ അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്.